അനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ഈ പരിപാടിക്കില്ല നികേഷ്, ഞാൻ ഈ പരിപാടിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ച കേട്ട ഭാഷയുണ്ട്, ആ ഭാഷയ്ക്കൊന്നും കൂട്ടിരിക്കാൻ എനിക്ക് സൗകര്യപ്പെടുകയല്ല. അത് നിങ്ങൾക്ക് പറ്റിയ ആളുകളാണ്, നിങ്ങളൊക്കെ നടത്തിയാൽ മതി. ഞാൻ ഇതിന് ഈ പറയുന്ന നിലവാരം ഇല്ലാത്തവരോടൊന്നും. ഇവിടെ ജിൻഡോ ജോൺ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇത്രയും നേരമായിട്ട് മൗനം അവലംബിക്കുന്നത് എന്താണ്? നികേഷ് സമ്മതിച്ചോ? ഞാനത് വിട്ടുന്നില്ല. നികേഷ് സമ്മതിച്ചോ? ഇപ്പൊ ഈ ഭാഷ സമ്മതിച്ചോ? ഇപ്പൊ ഈ പറഞ്ഞത് സമ്മതിച്ചോ നികേഷ്? ഏതാ ഭാഷ? അങ്ങേര് പറഞ്ഞ ഈ ഭാഷ സമ്മതിച്ചോ? ഈ ചാനലിൽ കൊള്ളാവോ? നിങ്ങൾ കേട്ടില്ലേ അത്? തിരുട്ട് ഫാമിലി എന്ന് പറഞ്ഞാണോ? കേട്ടില്ലേ അത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലല്ലല്ല, അതിനുശേഷം പറഞ്ഞു. ഇപ്പൊ അവസാനം ഒന്ന് കേട്ടു നോക്ക്. ഇങ്ങനെയുള്ളവരുമായിട്ടൊന്നും ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുകയല്ലേ? അങ്ങനൊന്നും കാര്യമില്ലെന്നേ, അങ്ങനെ കേൾക്കേണ്ട കാര്യമൊന്നും അല്ല നോക്കൂ, അങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അതൊന്നും അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു തന്നെ പോയിക്കോളൂ. ഞാനത് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തിരുത്തുന്നുണ്ട്, പറയൂ. നിങ്ങൾ എന്താ വാക്കെന്താണ്? ഞാനത് ജിൻഡോ ജോണിനോട് തന്നെ ചോദിക്കാം, എന്താ വാക്കെന്താ? അല്ലല്ല, ഞാൻ പറയില്ലേ എന്റെ നാക്ക് ചീത്തയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ വിളയാട്ടം നടത്തുന്ന ആളുകൾ പറയുന്നതെങ്കിൽ ഞങ്ങളെ ഈ പരിപാടിക്ക് വിളിക്കേണ്ട. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരം SNC ലാവലിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് എന്തായിരുന്നു? കമല ഇന്റർനാഷണൽ ഇതാ ഇപ്പോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡിഫൻസ് കിട്ടിയിരിക്കുകയാണ്. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ദുബായിൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വീണ വിജയന്റെ കമ്പനി ആക്കി ചിത്രീകരിക്കാനും അതിന് എൻഡോഴ്സ് ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുഴുവൻ എപ്പിസോഡ് ഡിഫെൻഡ് ചെയ്യാനുള്ള സ്പേസ് അല്ലേ കിട്ടുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ? അല്ലല്ല, എനിക്ക് ഇവരുടെ സൗജന്യം വേണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ സൗജന്യം വേണ്ട, കോൺഗ്രസ്സുകാരുടെ സൗജന്യം വേണ്ട, മാധ്യമങ്ങളുടെ സൗജന്യം വേണ്ട. ഞങ്ങൾ അത്രയാ പറയണത്. ഞങ്ങളെക്കുറിച്ച് എന്തും പറയാം രാവിലെ തൊട്ട്. നിങ്ങളുടെ റിപ്പോർട്ടറിന്റെ ചാനലിന്റെ ആളുകൾ ഈ റിപ്പോർട്ടർക്ക് ചോദിക്കാൻ പോയില്ലെന്ന്. ചോദിക്കാൻ ചെന്നപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഏതെങ്കിലും ഒരു തെളിവ് അവർ ഹാജരാക്കിയോ? എന്നിട്ട് എന്താ പറയുന്നത്? അതൊക്കെ കൃത്യമായ ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തകനാണോന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് വാർത്ത വായിക്കുകയായിരുന്നു. കൃത്യമായ രീതിയിൽ ഈ ഷോൺ ജോർജിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭ്യമാകാവുന്ന വിവരങ്ങളെ അദ്ദേഹത്തിന് തരാൻ കഴിയൂ. ഇനി ഏതെങ്കിലും തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇനി ഞാൻ ആ ബാങ്ക് ഡീറ്റെയിൽസ് തന്നാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്നുള്ള മറുചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, അത് ഞാൻ പറയുന്നത് ഇത് വളരെ കൃത്യമായ രീതിയിൽ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമ നടപടിയുമായി പോകാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ, അതിനാരാണ് തടസ്സപ്പെടുത്തുന്നത്? അതിപ്പോ അല്ല, ഞങ്ങളാരും തടസ്സപ്പെടുത്തിയിട്ടില്ല, നിയമ നടപടി പോകത്തില്ല എന്നാരും പറഞ്ഞിട്ടുമില്ല. ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പറയാം. ഈ തിരുട്ട് ഫാമിലി എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ കുടുംബമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയ പത്രം വിഴുങ്ങിയ കൂട്ടരാണ് തിരുട്ട് ഫാമിലി. അതിന് പ്രതിയായിട്ട് കോടതി പോയി നിൽപ്പുണ്ട് ചില ആളുകൾ. ഇവിടെ ഞങ്ങൾ ആരും പ്രതികളായിട്ടില്ല. അതുകൊണ്ട് തിരുട്ട് ഫാമിലിക്കാരനോട് പറയുകയാണ്, പറയിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മര്യാദ Debate with MV Nikesh Kumar.